അനുസരിക്കുമോ? എൻ്റെ മമ്മ പറഞ്ഞാൽ ഞാൻ എന്താ അനുസരിക്കാത്തത്? വായോ. എലീന റിബേക്കയുടെ കൈപിടിച്ച് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. മമ്മ പറയുന്നത് മോൾക്ക് തെറ്റായി തോന്നാം, പക്ഷേ മമ്മയുടെ ജീവിതത്തിൽ ഉടനീളം എന്തൊക്കെ, നീ അടക്കം എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ പ്രാർത്ഥനയിലൂടെയാണ്. മമ്മയുടെ ഒപ്പം നിന്നാൽ ദാവീദിനെ നിനക്ക് കിട്ടും. നിന്റെ പപ്പയെ കൊന്നവരെ നിനക്കില്ലാതെയാക്കാം. ഞാൻ സമ്മതിച്ചു മമ്മ, എനിക്ക് ദാവീദിനെ വേണം. എൻ്റെ പപ്പയെ കൊന്നവരെ എനിക്ക് കൊല്ലണം. അവരെല്ലാം മരിക്കണം. ദാവീദിനെ എനിക്ക് വേണം. റിബേക്ക അവളുടെ മമ്മയെ നോക്കി ചിരിച്ചു. ക്ലാസ് കഴിഞ്ഞ് മറിയം പാർക്കിങ്ങിലേക്ക് വരുമ്പോൾ ജോനഥാൻ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ അവളെ നോക്കി ചിരിച്ചു. മറിയവും. അവൾ ഒന്നും മിണ്ടാതെ കാറിൽ കയറിയിരുന്നു. ജോനഥാൻ ഒന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. പോകാം? അവൻ ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ജോനഥാൻ ചോദിച്ചു. ജോ സീരിയസ് ആയിട്ടാണോ? മറിയം ചോദിച്ചു. യെസ്. എന്താ എന്നെ ഇഷ്ടമാകാൻ കാരണം? അവൾ അവനെ നോക്കി. ഒന്ന്, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി. സംസാരിച്ചപ്പോൾ ഇഷ്ടമായി. ഒപ്പം തൻ്റെ ആറ്റിറ്റ്യൂഡ്. താൻ ബോൾഡാണ്. അത്ര പെട്ടെന്ന് തന്നെ ജയിക്കാൻ ആർക്കും കഴിയില്ല. അതെ. മറിയം ചിരിച്ചു. എങ്കിൽ പറയേ, എന്താ താൻ ആലോചിച്ച് തീരുമാനിച്ചത്? സീരിയസ് ആണെങ്കിൽ ഞാൻ എന്തിനെന്നെ ഇഷ്ടമല്ലാത്ത ആളെ സ്നേഹിക്കണം? അപ്പോ? ജോനഥാൻ സംശയത്തോടെ അവളെ നോക്കിയപ്പോൾ മറിയം തല താഴ്ത്തി ചിരിച്ചു. സീരിയസ്ലി? അവൻ ചോദിച്ചു. അവൾ മൂളി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോനഥാൻ ചിരിച്ചു. ആദ്യം വേണ്ടത് വിശ്വാസമാണ്. മറിയം അവനെ നോക്കി. ഉണ്ട്, വിശ്വാസമുണ്ട്. ജോനഥാൻ മറിയത്തിന്റെ കൈ പിടിച്ചു. ദാവീദ് ഫോൺ കട്ട് ചെയ്ത് ദൂരേക്ക് നോക്കി ചിരിച്ചു. എന്റെ പഗ്, നിന്നെ ഞാനുണ്ടല്ലോ. ദാവീദ് ഫോൺ മേശമേൽ വെച്ചു. ദാവീദ് വീടിന് പുറത്തിരിക്കുമ്പോഴാണ് മറിയവും ജോനഥാനും വരുന്നത് അവൻ കണ്ടത്. മറിയം ദാവീദിനെ നോക്കി ചിരിച്ചു. ദാവീദും. അവൾ നേരെ ചെന്ന് ദാവീദിന്റെ അടുത്തിരുന്നു. ജോനഥാന് അത് ഒട്ടും ഇഷ്ടമായില്ല. അവർ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് അവൻ കണ്ടു. ജോനഥാൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. അവൻ വിശ്വസിച്ചോ? ദാവീദ് ചോദിച്ചു. തോന്നുന്നില്ല, എന്നാലും എവിടേക്കോ വിശ്വസിച്ച മട്ടുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം പഗ്? ദാവീദ് അവളെ നോക്കി. നല്ല ഉദ്ദേശം തന്നെയാ. നീ എൻ്റെ ഒപ്പം നിന്ന് നന്നാൽ മതി. ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ. പക്ഷെ പ്ലാൻ പറയും മോളെ, തിരക്കഥയിലില്ലാത്ത സീൻ അഭിനയിക്കണ്ടല്ലോ. ഇതിൽ നീ അഭിനയിക്കണ്ട. ജീവിച്ചാൽ മതി. നീയായിട്ട് തന്നെ നിന്നാൽ മതി. എങ്കിൽ ഞാൻ പോയി ഫ്രഷ് ആകട്ടെ. ഇനിയും നിന്നോട് സംസാരിച്ച് നിന്നാൽ എൻ്റെ കാമുകന് ദേഷ്യം വരും. പോട്ടെ. പഗ്, സൂക്ഷിക്കണം അവനെ. അറിയാം മാൻ. മറിയം അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നു. റൂമിലെത്തി ബാഗ് വെച്ച് മറിയം വാതിലടയ്ക്കുവാൻ വന്നപ്പോൾ ജോനഥാൻ അവൾക്ക് മുന്നിൽ വന്ന് നിന്നു. എന്താ ജോ? എന്തായിരുന്നു ദാവിയുമായി? എന്ത്? കളിച്ചേരി. ജോനഥാൻ അവളെ നോക്കി. അതെന്നും ഉള്ളതാ. എന്തേ? ഇനി അത് വേണ്ട. നീ എന്റെയാ. സോ സോറി. വേണ്ട എന്ന് വെക്കണമെന്നാണെങ്കിൽ മിസ്റ്റർ ജോനഥാൻ, ഞാൻ താങ്കളെ വേണ്ടാന്ന് വെക്കും. അപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അതെ, പക്ഷെ അതെന്നെ നിയന്ത്രിക്കാനുള്ള ലൈസൻസ് അല്ല. എന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള അധികാരവുമല്ല. എടീ! ജോനഥാൻ ദേഷ്യത്തോടെ അവളെ നോക്കി. നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ സ്വന്തമാക്കാൻ എനിക്കറിയാം. ജോനഥാനെ നിനക്കറിയില്ല. അവന്റെ മുഖം മാറി. എന്താ ജോ? മറിയം പേടിയോടെ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഷേ, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? ഒരു വിധത്തിൽ ഞാനൊന്ന് വളച്ചെടുത്തതാ. ജോനഥാൻ ആലോചിച്ചു. സോറി. അവൻ മറിയത്തിന്റെ കൈ പിടിച്ചു. സോറി, ഞാൻ പെട്ടെന്ന് നീ അവന്റെ അടുത്തേക്ക് പോയപ്പോൾ അതാ ഞാൻ. സാരമില്ല. സോറി. ജോനഥാൻ മറിയത്തിന്റെ 2 തോളിലും കൈവച്ചു. അവൾ അവനെ നോക്കി. ഞാൻ ഫ്രഷ് ആകട്ടെ ജോ. അവൾ നീങ്ങി നിന്നു. ശരി. മറിയം വാതിലടച്ച് അതിന്മേൽ ചാരി നിന്നു. യാഹേ, എന്നെ രക്ഷിക്കണമേ. നിന്നെ ഞാൻ കൊണ്ടുപോകും മറിയം. ജോനഥാൻ അടഞ്ഞുകിടക്കുന്ന വാതിലിൽ നോക്കി പറഞ്ഞു.
ഇനി ആ മാല അഴിച്ചോളൂ മോളെ. എലീന പറഞ്ഞപ്പോൾ റിബേക്ക കഴുത്തിലെ മാല അഴിച്ചു. ഇത് നടക്കുമോ മമ്മ? അവിശ്വസിക്കരുത് മോളെ. മോള് നോക്കിക്കോ, നിന്റെ സ്വപ്നത്തിൽ സാത്താൻ വരും, നിന്റെ ആഗ്രഹം ചോദിക്കും. അപ്പോ പറയണം, എന്താണപ്പോ ബലി കൊടുക്കേണ്ടതെന്ന് പറയും. അത് എന്തു തന്നെ ആയാലും നമുക്ക് കൊടുക്കാം മോളെ. ദാവീദിനെ എനിക്ക് കിട്ടുമെങ്കിൽ എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. മോൾക്ക് തന്നെ കിട്ടും പോരെ? പക്ഷേ ഇത് നമ്മളല്ലാതെ ആരും അറിയരുത്, ആരോടും പറയരുത്. ആ മമ്മ, പറയില്ല. രാത്രി തന്റെ റൂമിൽ പ്രാർത്ഥനയിലായിരുന്നു ദാവീദ്. അവൻ കണ്ണുകൾ തുറന്ന് ബെഡിൽ വന്നിരുന്നു. കർമ്മങ്ങളാണ് മിറ എല്ലാം തീരുമാനിക്കുക, ദാവീദ് പറഞ്ഞു. പുറത്ത് മിറിയവും ജോനത്താനും സംസാരിച്ചിരിക്കുമ്പോൾ ആരോണും ആര്യനും അവിടേക്ക് വന്നു. ദാവി എവിടെ? മിറിയം ചോദിച്ചു. പ്രാർത്ഥനയിലാണ്, ആരോൺ പറഞ്ഞു. കഴിഞ്ഞിപ്പോ വരും. ആരോൺ, ദാവീദ് സ്നേഹിക്കുന്ന കുട്ടിയുടെ പേരെന്താ? ജോനത്താൻ ചോദിച്ചു. റിബേക്ക. റിബേക്ക ഇവ ആൽവിൻ. എന്തേ? ഏയ്, ചോദിച്ചതാ. വലിയ പേരുകളായതുകൊണ്ട് ഓർമ്മ വന്നില്ല. റിബേക്ക ഇവ ആൽവിൻ, ദാവീദ് നഥാൻ നേഥൻ, മിറിയം സേറ എബ്രഹാം. വലിയ പേരുകളാണ്. ആരോൺ എബ്രഹാം, ആര്യൻ. ബാക്കി എന്താ? ജോനത്താൻ ആര്യനെ നോക്കി. ആര്യൻ ലക്ഷ്മൺ, ആര്യൻ പറഞ്ഞു. ഓക്കേ, സ്റ്റൈലിഷ് കൂടിയാണ്. ജോനത്താൻ ചിരിച്ചു. ജോയുടെ പേരൻസിന്റെ നെയിം എന്താ? ആര്യൻ അവനെ നോക്കി. മമ്മയുടെ നെയിം മെർലിൻ, അബ്ബയുടേത് ജോഷ. ജോഷ, അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആര്യൻ ആലോചിച്ചു. എടാ, അന്ന് ഏതൻ ഗാർഡനിൽ വെച്ച് നഥാനങ്കൾ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ നിനക്ക്? ആ സാത്താൻ വർഷിപ്പ് നടത്തിയിരുന്ന ആള് അങ്കിള് കൊന്നെന്ന് പറഞ്ഞില്ലടാ. മിറിയം പറഞ്ഞത് കേട്ടപ്പോൾ ജോനത്താൻ അവളെ നോക്കി. സാത്താൻ വർഷിപ്പൊക്കെ നടത്തുന്നവർക്ക് അത് തന്നെയാ കിട്ടേണ്ടത്. അത് പറഞ്ഞപ്പോഴാ, നിന്റെ ഈ സാത്താനിക് റിസർച്ച് എന്തായി? ആരോൺ ചോദിച്ചു. സാത്താനിക് റിസർച്ചോ? ആര്യൻ അവനെ നോക്കി. യെസ്, ഇവൻ അതിന്റെ റിസർച്ചിലാണ്. അതെന്താ ജോനത്താൻ അതിൽ റിസർച്ച് ചെയ്യുന്നത്? ആര്യൻ ചോദിച്ചു. അതോ, ദൈവത്തെ എല്ലാവർക്കും അറിയാം, അറിയാത്തത് സാത്താനെക്കുറിച്ചല്ലേ. അന്നേരമാണ് ദാവീദ് അവിടേക്ക് വന്നിരുന്നത്. പറയൂ ജോനത്താൻ, താങ്കൾ എന്തിനാ അതിൽ റിസർച്ച് ചെയ്യുന്നത്? അത് ഒരു ക്യൂരിയോസിറ്റി. സ്കോട്ട്ലാൻഡ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ ബ്ലാക്ക് മാജിക് സാത്താനിക് വർഷിപ്പിന്റെ ഒരു വിശ്വാസം കൂടി വരുന്നു എന്ന വാർത്തയാണ് എന്നെ ഇതിന് പിന്നാലെ വിട്ടത്. ഇസ്രായേലിൽ ഇപ്പോൾ സാത്താൻ വർഷിപ്പ് ഇല്ലെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 25 വർഷങ്ങൾക്ക് മുൻപേ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഇരുണ്ട ഭൂമി പ്രളയമെടുത്തു എന്നാണ് പറയുന്നത്. എന്നാലും ഇപ്പോഴും സാത്താൻ വർഷിപ്പ് നടത്തുന്നവരുണ്ട്. അതെന്താ ആൾക്കാർ സാത്താൻ വർഷിപ്പ് നടത്തുന്നത്? മിറിയം ചോദിച്ചു. അതോ, അവർ പ്രാർത്ഥിക്കുന്നത് സാത്താൻ നൽകുന്നതുകൊണ്ട്. അപ്പോ ദൈവമൊന്നും നൽകുന്നില്ല എന്നാണോ? ആരോൺ ചോദിച്ചു. ഇല്ലല്ലോ, ദാവീദ് പറഞ്ഞു. ദൈവം ഒന്നും നൽകില്ല എന്ന് വിശ്വസിച്ചാണ് ഇവർ, അതായത് സാത്താൻ സേവകർ, മറ്റുള്ളവരെ സാത്താന്റെ വഴിക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ഭാഷയിൽ, അതായത് ഹീബ്രുവിൽ, സാത്താനെ എതിരാളി എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു ഈ സാത്താൻ. ലൂസിഫർ എന്നായിരുന്നു ആദ്യനാമം. എന്നിട്ടെന്താ, എന്റെ അബ്ബയുടെ മുന്നിൽ നിലവിളിച്ചോടി. ദാവീദ് ജോനത്താനെ നോക്കി പറഞ്ഞു. എന്നിട്ട് റിസർച്ച് കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ ഏതൻ ഗാർഡനിലേക്ക് പോര്, അവിടെ കുറെ കാര്യങ്ങളുണ്ട്. വരാം, ജോനത്താൻ പറഞ്ഞു. ഓൾവേസ് വെൽക്കം. ദാവീദ് അവനെ നോക്കി ചിരിച്ചു. എന്താ നഥാൻ ആലോചിക്കുന്നത്? കാതറിൻ നഥാന്റെ അടുത്തിരുന്നു. ദാവിയെക്കുറിച്ച് അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഞാനും മിസ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? കാതറിൻ നഥാന്റെ തോളിൽ തലവെച്ച് കിടന്നു. ഓർമ്മയുണ്ട്, ഞാനും മിസ് ചെയ്തല്ലോ, 5 മാസത്തോളം. ശരിക്കും പറഞ്ഞാൽ ദാവിയുടെ ഈ പ്രായത്തിൽ എനിക്ക് നീയായി, നമുക്ക് ദാവിയുമായിരുന്നു അല്ലേ കാതറിൻ? ദാവിക്കുമായല്ലോ, കാതറിൻ പറഞ്ഞു. റിബേക്കയോ? നഥാൻ ചോദിച്ചു. അല്ല, എസ്തേർ. പക്ഷെ സേറയാണ് എസ്തേർ എന്നിരിക്കെ ദാവി എങ്ങനെ റിബേക്ക വേണമെന്ന് പറഞ്ഞു? എല്ലാം ശരിയാവും നഥാൻ. ഇമ്മാനുവൽ എസ്തേറിനെ തിരിച്ചറിയുന്ന നേരം മറ്റാരും അവർക്കിടയിൽ ഉണ്ടാകില്ല. പക്ഷെ കാതറിൻ എലീനയാണ് അപ്പുറത്ത്. അവൾ മോൾക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇരുണ്ട ഭൂമിയിലെ രക്തം വേണം നഥാൻ. അതില്ലല്ലോ. എല്ലാവരും ഉറക്കമായപ്പോൾ ജോനത്താൻ തന്റെ കോട്ട് എടുത്തിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി.
സിനഗോഗിന്റെ മുന്നിലൂടെ അവൻ പാർക്കിങ്ങിലേക്ക് പോയി കാറിൽ കയറി. ദാവീദ് പുറത്തിറങ്ങിയപ്പോൾ ആരോ വന്ന് അവന്റെ കൈ പിടിച്ചു. ദാവീദ് നോക്കുമ്പോൾ മെറിയമായിരുന്നു. അവർ പാർക്കിങ്ങിലേക്ക് പോയി കാറിൽ കയറി ജോനഥാന്റെ കാറിൽ നിന്ന് ഒരകലം പാലിച്ചു. ചെക്കിങ്ങിന് മുന്നേ ഒരു സൈഡിലേക്ക് കാർ നിർത്തി ജോനഥാൻ ഇറങ്ങി. റോഡിന്റെ അരമതിലിന്റെ ഇപ്പുറം ശബ്ദമുണ്ടാക്കാതെ പിടിച്ചു നടന്നു. ചെക്കിംഗ് പോസ്റ്റ് കഴിഞ്ഞ് അവൻ റോഡിലേക്ക് കയറി മെല്ലെ നടന്നു. കുറെ ഓടി. മുന്നിൽ നിൽക്കുന്ന കാറിൽ കയറി ജോനഥാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ചെക്കിംഗ് കഴിഞ്ഞ് ദാവീദ് കാർ മുന്നോട്ടെടുത്തു. ജോനഥാൻ പോകുന്ന കാറിനു പിന്നിൽ അകലം പാലിച്ച്. അവൻ എങ്ങോട്ടായിരിക്കും? മറിയം ചോദിച്ചു. ആകാശം നോക്ക് പഗ്. അമാവാസി. അവനിന്ന് പ്രാർത്ഥനയുണ്ടാകും പഗ്. അവൻ എവിടെ പ്രാർത്ഥന നടത്തുന്നു എന്നറിയണം. എന്തിന്? എന്റെ ജനങ്ങളെ സാത്താന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ. അവരുടെ ആരാധനാലയങ്ങൾ കണ്ടെത്തണം, തകർക്കണം, ദാവീദ് പറഞ്ഞു. ദാവീദ് പറഞ്ഞത് കേട്ട് മറിയം അവനെ നോക്കി. അവൾ കണ്ടത് താൻ സ്നേഹിക്കുന്ന ദാവീദിനെ ആയിരുന്നില്ല, ഒരു യഥാർത്ഥ ഏതനെയായിരുന്നു. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ജോനഥാൻ കാർ നിർത്തിയിറങ്ങി ഒരു കാട് പ്രദേശത്തേക്ക് നടന്നു. ദാവീദ് കാർ നിർത്തിയിറങ്ങി. മറിയവും. വേറെ കുറെ കാറുകളും കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് നടന്നു. ദൂരെ വെളിച്ചങ്ങൾ കണ്ടിടത്തേക്ക് അവർ നടന്നു. കുറെ പേരുണ്ടല്ലോ ദാവി. ഇരുണ്ട ഭൂമി പ്രളയമെടുത്തിട്ട്? അവൾ മെല്ലെ ചോദിച്ചു. അതിന് പുറത്തും മനുഷ്യരുണ്ടാവുമല്ലോ, വാ. അവർ മെല്ലെ നടന്നു. പൊളിഞ്ഞ ഒരു പള്ളിയിൽ കുറെ പേർ കറുത്ത വസ്ത്രമണിഞ്ഞ് നിന്നിരുന്നു. കുറെ മെഴുകുതിരികൾ കത്തി നിൽക്കുന്നു. എല്ലാവർക്കും മുന്നിൽ തല തിരിഞ്ഞു നിൽക്കുന്ന കുരിശിനു മുന്നിൽ ഒരാൾ തിരിഞ്ഞു നിന്നിരുന്നു. അയാൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദാവീദും മെറിയവും അവർക്ക് പിന്നിൽ ചെന്ന് നിന്നു. ആരാകോ അത്? മറിയം മെല്ലെ അവനോട് ചോദിച്ചു. അറിയില്ല. പ്രാർത്ഥന കഴിഞ്ഞ അയാൾ തിരിഞ്ഞു നിന്നു. ജോനഥാൻ? മറിയം ദാവീദിന്റെ കൈ പിടിച്ചു. വാ. ദാവീദ് അവളുടെ കൈ പിടിച്ചു കൊണ്ടുപോയി. ജോനഥാൻ കാർമ്മികത്വം വഹിക്കണമെങ്കിൽ മനസ്സിലായില്ലേ നിനക്ക്? അവൻ ഇരുണ്ട ഭൂമിയിലെ രക്തമാണല്ലേ? മറിയം അവനെ നോക്കി. യെസ്. നമുക്കിവിടെ എവിടെയെങ്കിലും നിന്ന് എന്താ നടക്കുന്നതെന്ന് നോക്കാം. ദാവീദും മറിയവും ഒളിച്ചു നിന്നു. ജോനഥാൻ ഉറക്കെ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഏറ്റുപറഞ്ഞു. മറിയം അതെല്ലാം കേട്ട് കണ്ണുകൾ അടച്ചു. അവൾക്ക് എസ്തേർ പ്രാർത്ഥനയിൽ മുന്നിൽ തെളിഞ്ഞു. ദാവീദ് അവളെ നോക്കി. അവൾ എന്തൊക്കെയോ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. ദാവീദ് ചെവിയോർത്തു. ജോനഥാൻ പറയുന്ന സാത്താൻ വചനങ്ങളായിരുന്നു മറിയം പറഞ്ഞിരുന്നത്. പെട്ടെന്ന് ദാവീദ് മറിയത്തിന്റെ ചെവികൾ പൊത്തി. അവൻ മറിയത്തെ കൊണ്ടുവന്ന് കാറിൽ കയറ്റി. ദാവീദും കാറിൽ കയറി. അവൻ അവളെ നോക്കിയപ്പോൾ ഭ്രാന്തമായ ഒരു അവസ്ഥയിലായിരുന്നു മറിയം. ദാവീദ് കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. കുറെ ദൂരം ചെന്ന് അവൻ കാർ നിർത്തി അവളെ നോക്കി. പഗ്. ദാവീദ് അവളെ വിളിച്ചു. ഇമ്മാനുവൽ, നീ കൊന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിനെ കൂടിയാ. അവൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ദാവീദിന്റെ ഷർട്ടിൽ പിടിച്ചു. പഗ്, നിനക്കെന്താ പറ്റിയത്? എന്തിനാ എന്നെ കൊന്നത്? നമ്മുടെ കുഞ്ഞ്. ഇമ്മാനുവൽ. ദാവീദിന്റെ കൈയെടുത്ത് അവൾ അവളുടെ വയറ്റിൽ വെച്ച് അവനെ നോക്കി. ഞാനിത് പറയാൻ കാത്തിരുന്നതല്ലേ ഇമ്മാനുവൽ? എന്റെ ഇമ്മാനുവലിന്റെ രക്തം നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് പറയാൻ കാത്തിരുന്നതല്ലേ? മറിയം. ദാവീദ് അവളെ കെട്ടിപ്പിടിച്ചു. എനിക്കെന്റെ കുഞ്ഞു വേണം. എനിക്ക് നമ്മുടെ കുഞ്ഞു വേണം ഇമ്മാനുവൽ. മറിയം കരഞ്ഞു. കരയല്ലേ എസ്തേർ. ഈ കണ്ണുനീർ കാണാനല്ല, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ നമ്മൾ പുനർജനിച്ചത്. എല്ലാ പ്രതിസന്ധികളും നമുക്ക് മുന്നിൽ നിന്ന് നീങ്ങും. നമ്മൾ ഒരുമിക്കും. ഇമ്മാനുവലും എസ്തേറും തന്നെ ഒരുമിക്കും. ദാവീദ് കരയുന്ന മറിയത്തിന്റെ നെറുകയിൽ ചുംബിച്ചു. കുറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു അവർ. മറിയം പതിയെ മുഖമുയർത്തി ദാവീദിനെ നോക്കി. ദാവി. പോകാം നമുക്ക്. നേരം ഒരുപാടായി. ജോനഥാൻ തിരികെ എത്തുന്നതിന് മുൻപ് നമുക്കെത്തണം. മറിയം പറഞ്ഞത് കേട്ടപ്പോൾ ദാവീദ് അവളെ വിട്ടു. അവളുടെ കവളിൽ ചാലിട്ട കണ്ണുനീർ ദാവീദ് തുടച്ചു. പോകാം. ദാവീദ് കാർ സ്റ്റാർട്ട് ചെയ്തു. സിനഗോഗിന്റെ പാർക്കിങ്ങിൽ കാർ നിർത്തി ദാവീദും മറിയവും ഇറങ്ങി. ചെന്ന് കിടന്നോളൂ പഗ്. ദാവീദ് ഹാളിലെത്തിയപ്പോൾ അവളോട് പറഞ്ഞു. മറിയം അവനെ നോക്കിയപ്പോൾ ദാവീദ് അവളെ കെട്ടിപ്പിടിച്ചു. ഒന്നും ആലോചിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. എനിക്കറിയാം, എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ദാവീദ് ഉണ്ടാകുമെന്ന്. ഉറങ്ങിക്കോ. ദാവീദ് അവളെ റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി പുതപ്പിച്ചു കൊടുത്തു. മറിയം കണ്ണുകൾ അടച്ചു.
റൂമിലെത്തി ദാവീദ് മൊബൈലെടുത്ത് റിബേക്കയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ, എന്താ ദാവി, ഉറങ്ങിയില്ലേ? ഇല്ല. എന്താ ഇപ്പോൾ വിളിച്ചത്? നീ ഇന്ന് പ്രാർത്ഥിച്ചോ? അവൻ ചോദിച്ചു. പ്രാർത്ഥിച്ചല്ലോ. ആരെ? കർത്താവിനെ. റിബേക്ക കള്ളം പറഞ്ഞു. ഇവ ദൈവമെന്നും സത്യമാണ്. സത്യത്തിനൊപ്പം നിൽക്കുക എന്നത് അവന്റെ ജനങ്ങളുടെയും കടമയാണ്. എപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുക. എന്താ ദാവി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല, ഗുഡ് നൈറ്റ്. അവൻ കോൾ കട്ട് ചെയ്തു. റിബേക്ക ഫോൺ മേശമേൽ വെച്ചുറങ്ങി. റിബേക്ക നല്ല ഉറക്കമായിരുന്നു. പുത്രേ. ഉറക്കത്തിൽ ഒരു കറുത്ത രൂപം തെളിഞ്ഞു. റിബേക്ക. അവൾ വിളി കേട്ടു. നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ സന്തോഷിക്കുന്നു. നിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ദാവീദിനെ വേണം. എന്റെ പപ്പയെ കൊന്നവരെ എനിക്ക് കൊല്ലണം. ഈ 2 ആഗ്രഹങ്ങളും ഞാൻ നടത്തിത്തരുന്നതാണ്. പക്ഷേ എനിക്ക് നീ ബലിയർപ്പിക്കണം. എന്താണ് വേണ്ടത്? നിന്റെ എതിരാളിയെ എനിക്ക് വേണം. സേറയെ? അതെ, അവളെ എനിക്ക് നൽകണം. നൽകും. പെട്ടെന്ന് റിബേക്ക എഴുന്നേറ്റു. സേറയെ ബലി കൊടുക്കണമെന്നാണോ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ എനിക്കും ദാവിക്കും ഇടയിലുള്ള അവൾ ഒഴിഞ്ഞു കിട്ടും. പക്ഷേ ദാവി ഇന്ന് വിളിച്ചു ചോദിച്ചത്, ഞാൻ സാത്താനെ പ്രാർത്ഥിച്ചത് അവൻ അറിഞ്ഞു കാണുമോ? അവൻ എന്താ ദൈവമോ? ദൈവതുല്യൻ എന്നല്ലേ? 2 മനുഷ്യർക്കുണ്ടായതല്ലേ അവൻ? പക്ഷേ മമ്മ പറഞ്ഞതുപോലെ നടന്നു. സ്വപ്നത്തിൽ വന്നു. അങ്ങനെയെങ്കിൽ ദാവീദിനെ എനിക്ക് കിട്ടും. അവനെ സ്വന്തമാക്കി അവന്റെ മമ്മയെ കൊല്ലണം. എല്ലാവരെയും കൊല്ലണം. മമ്മയോട് പറയണം. അവൾ എലീനയുടെ റൂമിലേക്ക് ഓടി. ജോനഥാൻ വരുന്നത് മുകളിലെ ജനലിലൂടെ ദാവീദ് കണ്ടു. അവൻ മുകളിലെ നിലയിലുള്ള സോഫയിലിരുന്നു. ജോനഥാൻ സ്റ്റെപ്സ് കയറി വരുമ്പോൾ ദാവീദ് സോഫയിലിരിക്കുന്നത് കണ്ടു. ഇവൻ ഉറക്കമില്ലേ? ജോനഥാൻ ദാവീദിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. എവിടെ പോയതാ ജോനഥാൻ? ദാവീദ് അവനെ നോക്കാതെ തന്നെ ചോദിച്ചു. ഞാനൊന്ന് പുറത്തു പോയതാ. ഈ നേരത്തോ? അതെന്താ ഈ നേരത്ത് പോയിക്കൂടെ? ജോനഥാൻ ചോദിച്ചു. പോകാം, പക്ഷേ ഈ നേരത്ത് എവിടെ? എന്തത്യാവശ്യമായിരുന്നു? അത് ദാവീദിനോട് പറയണമെന്നുണ്ടോ? ഉണ്ട്. ദാവീദ് ജോനഥാനെ നോക്കി. എന്നോട് പറയണം. കാരണം ഈ വീട്, സിനഗോഗ് ഉൾപ്പെടെ ആ ചെക്ക് പോസ്റ്റ് വരെയുള്ള സ്ഥലം എന്റേതാണ്. താങ്കൾ ഇവിടെ എൻ്റെ ഗസ്റ്റാണ്. ഈ രാത്രി താങ്കൾ എവിടെ പോയെന്ന് എനിക്കറിയണം. എന്നോട് പറയാൻ താല്പര്യമില്ല എങ്കിൽ ഞാൻ ആരോണിനെ വിളിക്കാം. നോ, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വയ്യെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ പോയതാ ഹോസ്പിറ്റലിൽ. ഏത് ഹോസ്പിറ്റലിൽ? ഹെർസ്ലിയോ മെഡിക്കൽ സെന്റർ. ജോനഥാൻ പറഞ്ഞു. ഹെർസ്ലിയോയ്ക്ക് ഇവിടെ നിന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട്. സോ ജോനഥാൻ കുറേ നേരമായി പോയിട്ട് അല്ലേ? പക്ഷെ ജോനഥാൻ, കഥകളും കള്ളങ്ങളും എനിക്കിഷ്ടപ്പെട്ടു. താങ്കൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. പ്രൈവറ്റ് റോഡിലുള്ള ചെക്കിംഗ്. ജോനഥാന്റെ മുഖം കണ്ടപ്പോൾ ദാവീദ് ചിരിച്ചു. അവിടെ താങ്കൾ എന്ത് കള്ളമാണ്, അല്ല എന്ത് കഥയാണ് പറഞ്ഞത്? ഒന്നെങ്കിൽ ഏതൻ ഫാമിലിയിലുള്ളവർ വേണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് സമ്മതം കിട്ടിയ ഡോക്യുമെന്റ്സ് കാണിക്കണം. ഇതൊന്നുമില്ലാതെ എങ്ങനെ? ജോനഥാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചെക്കിങ്ങിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ശബ്ദം കേട്ട് ദാവീദ് തിരിഞ്ഞു നോക്കി. മെറിയമായിരുന്നു. ജോനഥാന്റെ മുഖത്ത് ഒരു ആശ്വാസത്തിന്റെ ചിരി വിടർന്നു. എന്നോട് പറഞ്ഞിരുന്നു ജോനഥാൻ പോകുന്നത്. ഞാനാണ് ചെക്കിങ്ങിൽ അറിയിച്ചത്. അവൾ ദാവീദിനെ നോക്കി പറഞ്ഞു. മറുപടി കിട്ടിയല്ലോ ദാവീദ്. ഇനി എനിക്ക് റൂമിലേക്ക് പോകാമല്ലോ. ജോനഥാൻ അവനെ നോക്കി പരിഹസിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഗുഡ് നൈറ്റ്. അവൻ മെറിയത്തിന്റെ കവിളിൽ കൈവച്ച് പറഞ്ഞു. ജോനഥാൻ റൂമിൽ കയറി വാതിലടച്ചപ്പോൾ മെറിയം ദാവീദിനെ നോക്കി അവളുടെ കവിൾ തുടച്ചു. അത് കണ്ടപ്പോൾ ദാവീദ് ചിരിച്ച് അവളുടെ അടുത്തേക്ക് പോയി. മെറിയം ദാവീദിന്റെ കൈയെടുത്ത് കവിളിൽ വെച്ചു. എന്റെ ദൈവം നീയാണ് ദാവീദ്. അതുകൊണ്ട് സാത്താന്റെ സ്പർശനത്തിൽ നിന്നുപോലും എന്നെ രക്ഷിക്കാൻ നിനക്കേ കഴിയൂ. ഉറങ്ങിക്കോ. ദാവീദ് ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തട്ടിപ്പറഞ്ഞു. വിശുദ്ധ ഏഥൻ. ഒരു വിശുദ്ധ ഏഥന്റെ പാതി ഏഥനോളം തന്നെ വിശുദ്ധയായിരിക്കേണ്ടതാണ്. രക്തം കൊണ്ട് അവർ ജൂതയും കർമ്മം കൊണ്ട് ദൈവവിശ്വാസിയുമായിരിക്കണം. അവരെ എപ്പോഴും തന്റെ വലതുകരം പോലെ കാത്തു സൂക്ഷിക്കണം. കാരണം വിശുദ്ധ ഏഥന്റെ വലതുകരമാണ് അനുഗ്രഹം നൽകേണ്ടതും ആജ്ഞകൾ നൽകേണ്ടതും തിന്മയെ പ്രതിരോധിക്കേണ്ടതും.
ആരോഹാൻ ഉറക്കെ വായിച്ചു. നിന്റെ പാതി ശക്തി അവളാകുന്നു. അവളെ തിരഞ്ഞെടുക്കുന്നതിൽ നിനക്ക് വീഴ്ച പറ്റരുത്. കാരണം രാജാവില്ലാത്തപ്പോൾ രാജ്യം കാക്കേണ്ടത് രാജ്ഞിയാണ്. നീ എത്രത്തോളം നീതിമാനാകുന്നുവോ അത്രത്തോളം അവളുമായിരിക്കണം. അല്ലെങ്കിൽ അത് നിന്റെ വംശത്തിന് തന്നെയാകും ദോഷം. മിറിയം വായിച്ചു കഴിഞ്ഞ് കണ്ണുകൾ അടച്ചു. വിശുദ്ധ ഏതനായ ഞാൻ എന്റെ പാതിയെ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. അവൾ എന്നും എന്റെ രാജ്യത്തിനും ജനങ്ങൾക്കും നീതി പരിപാലിക്കുന്ന രാജ്ഞിയായിരിക്കും. ഇതെന്റെ മാതാപിതാക്കൾ, എന്റെ ദൈവം, എന്റെ മനസാക്ഷി മേലെ സത്യമായിരിക്കും. ദാവീദ് എഴുന്നേറ്റ് ആരോഹാനെ നോക്കി. ഒരു നിയമം ഇനി പഠിക്കേണ്ടതും പാലിക്കേണ്ടതും രാജ്ഞിയാണ്. ഉടനെ കണ്ടെത്താൻ ദൈവം വഴി കാണിക്കും മേലേക്ക്. അവർ പുറത്തേക്ക് നടന്നു. വിശുദ്ധ ഏതന്മാർ എന്തുമനുസരിക്കും. പക്ഷേ ഈ നിയമം മാത്രമാണ് പാലിക്കാത്തത്. മേലക്കിന്റെ അബ്ബ അടക്കം. യഥാർത്ഥത്തിൽ താങ്കളുടെ ഈമ ജൂത തന്നെയാണ്. പക്ഷേ അടിമവംശമായതിനാലുള്ള പ്രശ്നമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഒരു രാജ്ഞി തന്നെയാണ്. പാതി ദേഹം പോലെ തന്നെ അവർ എല്ലാ കാര്യത്തിലും നഥാൻ മേലേക്കിനൊപ്പം നിന്നത്. താങ്കളുടെ അബ്ബയുടെ കണ്ടെത്തൽ തെറ്റായിരുന്നില്ല. അതല്ലേ ദൈവപുത്രൻ ജനിച്ചത്? ആരോഹാൻ ചിരിച്ചു. താങ്കളുടെ ഈമ താങ്കളുടെ അബ്ബയുടെ വലതുകരം തന്നെയായിരുന്നു. ഒരു മൗനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിവുള്ളവർ. എന്റെ അബ്ബ പറഞ്ഞു തന്നതാണിതെല്ലാം. താങ്കൾക്കും അങ്ങനെ ഒരു പാതിയെ തന്നെ ലഭിക്കട്ടെ മേലേക്ക്. ആരോഹാൻ പോയപ്പോൾ ദാവീദ് മിറിയത്തെ നോക്കി. എന്താ ദാവീദ്? ആ നിയമം നിനക്കറിയാമോ? എന്റെ രാജ്ഞി പഠിക്കേണ്ട പാലിക്കേണ്ട നിയമം എന്താണെന്നറിയാമോ? അവൾ മൂളി. എങ്കിൽ പറയ്, കേൾക്കട്ടെ. ഇല്ല, കാരണം അതിനു മുൻപ് വിശുദ്ധ ഏതൻ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവൾ ചിരിച്ചു. നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ ജനതയുടെ രാജ്ഞി കൂടിയാണ്. നീ എനിക്കൊപ്പം എന്റെ സുഖത്തിലും ദുഃഖത്തിലും എന്റെ ഉയർച്ച താഴ്ചകളിലും ഒരേപോലെ നിലകൊള്ളേണ്ടവളാണ്. വിശുദ്ധ ഏതൻ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാൻ നിനക്കും കടമയുണ്ട്. എന്റെ അസാന്നിധ്യത്തിൽ നീ ആയിരിക്കും കടമകൾ ചെയ്യേണ്ടത്. നീ എനിക്കെന്റെ ശ്വാസവും രക്തവും ജീവനുമായിരിക്കും. നിനക്കാകുമെങ്കിൽ നിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ ഏതൻ, താങ്കൾ എനിക്ക് ദൈവമാകുന്നു. താങ്കളുടെ ഏതവസ്ഥയിൽ ഞാൻ താങ്കളുടെ കൂടെ നിലകൊള്ളും. എന്നിൽ അർപ്പിതമായ കടമകൾ ഞാൻ പരിപാലിക്കും. താങ്കളുടെ അസാന്നിധ്യത്തിൽ താങ്കളുടെ കടമകൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്തിരിക്കും. ഞാൻ താങ്കളുടെ ശ്വാസവും രക്തവും ജീവനുമായിരിക്കും. അതിനാൽ തന്നെ എന്റെ ജീവനും ഈ വിവാഹബന്ധവും എന്റെ ദൈവവും സാക്ഷി, ഞാൻ താങ്കളുടെ ജീവിതത്തിലേക്ക് വരുവാൻ എന്റെ സമ്മതം അറിയിക്കുന്നു. മിറിയം ചിരിച്ചു. ദാവീദും. ആരോഹാന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ദാവീദ് പറഞ്ഞു. മിറിയം റൂമിലിരിക്കുമ്പോൾ ജോനഥാൻ അവിടേക്ക് വന്നു. മിറിയം? യെസ് ജോ, എന്തേ? ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ. ഗിഫ്റ്റ്? എന്ത് ഗിഫ്റ്റ്? അവൾ ചോദിച്ചു. കണ്ണടയ്ക്ക്, എന്നിട്ട് കൈ നീട്ട്. മിറിയം കണ്ണുകൾ അടച്ച് അവന് നേരെ കൈകൾ നീട്ടിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ ഒരു മാല വെച്ചു കൊടുത്തു. ഇനി കണ്ണു തുറന്നു നോക്ക്, ജോനഥാൻ പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു നോക്കി. സാത്താൻ വചനം എഴുതിയ മാല, മിറിയം മനസ്സിൽ പറഞ്ഞു. ഇതെവിടുന്ന? കൊള്ളാമല്ലോ. ജോനഥാനെ നോക്കി അവൾ ഒരു ചിരി വിടർത്തി. ഇഷ്ടമായോ? ഇഷ്ടമായി. എന്തിനാ ഇപ്പോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ്? ഇന്ന് ദാവീദിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലേ, അതിന്. ഓ, അവന്റെ മുന്നിൽ ജോ തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല, അതാ. മാലയിട്ട് നോക്ക്. അത് പുതിയതല്ലേ, എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാം. വെറുതെ ഇട്ട് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, ജോ എനിക്ക് ആദ്യമായി തന്ന ഗിഫ്റ്റല്ലേ. ഞാനിത് എനിക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ എടുത്തു വെക്കുന്ന പെട്ടിയിൽ വെച്ചോളാം. അവൾ എഴുന്നേറ്റ് ആ പെട്ടി തുറന്നപ്പോൾ ദാവീദ് വാങ്ങിക്കൊടുത്ത കുറച്ച് സമ്മാനങ്ങൾ കണ്ടു. ഇതിലെങ്ങനാ വെക്ക? ഇതെന്റെ ദാവീദ് വാങ്ങി തന്ന സമ്മാനങ്ങളല്ലേ. എന്താ മിറിയം? ഒന്നുമില്ല, ഇതേ ദാവീദ് വാങ്ങി തന്നതൊക്കെയാ. അതുകൊണ്ട് ഇത് വേറെ പെട്ടിയിൽ വെക്കാം. ഇതിൽ വെച്ചാൽ ശരിയാകില്ല. അതെന്താ? ജോ, ഇത് താൻ തന്നതല്ലേ, സ്പെഷ്യൽ അല്ലേ. അവൾ അലമാരിയിൽ നിന്നൊരു ബോക്സ് എടുത്ത് അതിൽ വെച്ച് അവനെ നോക്കി. താങ്ക്സ്, സ്പെഷ്യലാണെന്ന് പറഞ്ഞതിന്. എങ്കിൽ ഞാൻ റൂമിലേക്ക് പോവുക, കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. ഓക്കെ, 1 മിനിറ്റ്. മിറിയം അവൻ്റെ കൈ പിടിച്ചു. എന്താ മിറിയം? ജോയ്ക്ക് ഞാനും ഒരു ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുന്നേ ഒരു കാര്യം, ജോ എന്നെ മിറിയമെന്ന് വിളിക്കണ്ട. അതെന്താ? അത് ദാവീദ് വിളിക്കുന്നതല്ലേ. ജോ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് അവൻ്റെ വിളി പോലെ തോന്നും. സോ എന്നെ സേറ എന്ന് വിളിച്ചോളൂ.
തൻ്റെ ഇഷ്ടം. സേറ എന്ന് വിളിക്കാം. എനിക്കുള്ള ഗിഫ്റ്റ് താ. തരാം. കണ്ണടച്ച് കൈനീട്ടു, അവൾ പറഞ്ഞു. ജോനഥാൻ കണ്ണുകൾ അടച്ച് കൈനീട്ടി. മെറിയം അലമാരയിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ജോനഥാൻ കണ്ണു തുറന്നു നോക്കി. തനക്. അവൻ ആ ബുക്കിലേക്ക് നോക്കി പറഞ്ഞു. യെസ്, നമ്മുടെ എബ്രായ ബൈബിൾ, യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം. മെറിയം അവന്റെ കൈകളിലേക്ക് നോക്കി. ജോനഥാന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ ജോ, ഇഷ്ടമായില്ലേ? ഞാൻ പോകട്ടെ. അവൻ അതുമായി പോയി. മെറിയം ബോക്സ് എടുത്ത് ദാവീദിന്റെ മുറിയിലേക്ക് പോയി. എന്താ പഗ്? അവൾ ബോക്സ് അവന് നീട്ടി. അവനത് വാങ്ങി തുറന്നു നോക്കി. സാത്താന്റെ മാല. സാത്താന്റെ മാല നിനക്കെവിടുന്നാ? കാമുകന്റെ ഗിഫ്റ്റ്. എന്നിട്ട് ഞാൻ തിരികെ തനക്കെടുത്തു കൊടുത്തു ഗിഫ്റ്റായിട്ട്. അത് കേട്ടപ്പോൾ ദാവീദ് ചിരിച്ചു. ദാവി, ഈ മാല തൊട്ട് എന്റെ കൈകൾ അശുദ്ധമായിരിക്കുന്നു. അവൾ 2 കൈകൾ അവന് നേരെ നീട്ടി. ദാവീദ് അവന്റെ കൈകൾ മെറിയത്തിന്റെ കൈകൾ വെച്ച് കണ്ണുകൾ അടച്ചു. എല്ലാവരും മുറ്റത്തിരിക്കുമ്പോൾ ആര്യൻ ബോൾ എടുത്ത് അവിടേക്ക് വന്നു. ബോൾ കളിക്കുകയല്ലേ? ആര്യൻ ചോദിച്ചു. എന്നും ഇതല്ലേ, മാറ്റിപ്പിടി. ആരോൺ എല്ലാവരെയും നോക്കി. എന്നാൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. മെറിയം എഴുന്നേറ്റു. ഹൈഡ് ആൻഡ് സീക്കോ? കുഞ്ഞല്ലേ നീ? ദാവീദ് അവളെ നോക്കി. ദൈവപുത്രന് കളിക്കാൻ ഇഷ്ടമല്ലേ? ജോനഥാൻ അവനെ നോക്കി. എനിക്ക് എല്ലാ കളികളും ഇഷ്ടമാ. എങ്കിൽ വാ ദാവീദ്, ജോനഥാൻ വിളിച്ചു. ഓക്കെ, ജോനഥാൻ പറഞ്ഞതുകൊണ്ട് ഞാനും ഉണ്ട്. അപ്പോ ആരാദ്യം എണ്ണും? മെറിയം ചോദിച്ചു. ഞാനെണ്ണാം, ആര്യൻ പറഞ്ഞു. അവൻ ഒരു മരത്തിന്റെ അടുത്തേക്ക് പോയി എണ്ണുവാൻ തുടങ്ങി. ജോനഥാനും ആരോണും ഒളിക്കാൻ പോയി. ദാവീദ് ഓടിയപ്പോൾ പിന്നാലെ മെറിയവും ചെന്നു. ഇവിടെ നിൽക്ക്. ദാവീദ് മെറിയത്തെ ഒരു മറവിലേക്ക് നിർത്തി. എന്റെ പിന്നാലെ ഓടി വന്നോളണം. ഞാൻ നിന്റെ പഗ്ഗല്ലേ, എവിടെ പോയാലും ഞാൻ കാണുമല്ലോ. അവൾ അവനെ നോക്കി ചിരിച്ചു. ആര്യൻ എണ്ണിക്കഴിഞ്ഞോ എന്തോ? കഴിഞ്ഞു, ദാവീദ് നോക്കി പറഞ്ഞു. ആര്യൻ ചുറ്റും നോക്കി. ഇവരൊക്കെ വാനിഷായോ? സിനഗോഗിന്റെ അടുത്ത് പോയി നോക്കാം. ആര്യൻ അവിടേക്ക് ചെന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട്. ദാവീദ് നീങ്ങി നിന്നു. മെറിയം കണ്ണടച്ചു നിന്നു. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ആര്യൻ തിരിഞ്ഞു നടന്നപ്പോഴാണ് പാർക്കിങ്ങിൽ നിന്ന് ജോനഥാൻ നോക്കുന്നത് കണ്ടത്. ജോനഥാൻ ഇങ്ങി പോരെ, ഞാൻ കണ്ടു. ആര്യൻ ഓടി പോയി. ദാവീദ് നോക്കുമ്പോൾ മെറിയം കണ്ണടച്ച് നിൽക്കുകയായിരുന്നു. എടി, നീ കണ്ണടച്ചാൽ നിനക്കേ കാണാതാവൂ. എന്തായി, പോയോ? നിന്റെ കാമുകനെ കണ്ടു. ദാവി, നീ അങ്ങനെ പറയില്ലേ. മെറിയം ദാവീദിനെ നോക്കി. അവൻ മെറിയത്തെയും. ഹലോ, മതി, ഇങ്ങി പോരെ. ആര്യൻ അവരെ കണ്ടെത്തി. അവർ ആര്യനൊപ്പം പോയി. ദാവീദും മെറിയവും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ ജോനഥാൻ ദേഷ്യം വന്നു. ഇനി ജോ എണ്ണണം, ആര്യൻ പറഞ്ഞു. ജോനഥാൻ എണ്ണാൻ നിന്നതും ദാവീദ് മെറിയത്തിന്റെ കൈപിടിച്ചോടി. എങ്ങോട്ടാ ദാവി? മെറിയം ചോദിച്ചു. സിനഗോഗിനപ്പുറത്തുള്ള കാട്ടിലേക്കാണ് ദാവീദ് അവളെ കൊണ്ടുപോയത്. എന്തിനാ ദാവി ഇങ്ങോട്ട് വന്നത്? അവൻ കുറച്ച് നമ്മളെ അന്വേഷിക്കട്ടെ പഗ്. ദാവീദ് അവളെ നോക്കി. എന്താ ദാവി? അവൾ ചോദിച്ചു. പഗ്, എന്നോട് ദേഷ്യമാണോ? അവൻ അവളുടെ കവളിൽ കൈവച്ച് ചോദിച്ചു. എന്തിന്? ഞാൻ നിന്നെ വേണ്ടാന്ന് വെച്ചതിന്. ദാവി, എനിക്ക് നിന്നെ അറിയാം. മെറിയം അവൻ്റെ കൈ പിടിച്ചു. എനിക്ക് വേദനയില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. കാരണം ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്നേഹത്തെക്കാൾ വലുതാണ് നിന്റെ കടമ, നീതി, ധർമ്മമെല്ലാം. അത് ഞാൻ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ ആരാ മനസ്സിലാക്കുക? പക്ഷേ എനിക്ക് പറ്റുന്നില്ല നിന്നെ വിട്ടുകൊടുക്കാൻ. മെറിയത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിട്ട് ഞാൻ പോകുന്നില്ലല്ലോ. എസ്തേറിനെ വിട്ട് ഇമ്മാനുവലിന് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ മിറയോടൊപ്പം ആയുഷ്കാലം സന്തോഷത്തോടെ ജീവിച്ചു തീർത്തേനെ. പക്ഷേ എനിക്കതിന് കഴിയില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ ജനിച്ചത്. വെച്ച് നീട്ടിയ ജീവിതം വേണ്ട എന്ന് വെക്കുന്നത് മിറ തന്നെയാണ്. ഞാൻ നിന്നെ വിട്ടുപോകില്ല. അതാർക്കും ഇനി തടയാനും കഴിയില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഇമ്മാനുവൽ ഏത്തൻ തരുന്ന വാക്ക്. ദാവീദ് അവളുടെ കൈ പിടിച്ചു പറഞ്ഞു. മെറിയം ചിരിച്ചുകൊണ്ട് ദാവീദിനെ കെട്ടിപ്പിടിച്ചു. പഗ്, അനിയോ ഹാവ് അറ്റാച്ച്, അതായത് ഐ ലവ് യു. ദാവീദ് അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അനിയോഹെ തനക്. അവൾ ചിരിച്ചു. പക്ഷേ ദാവീദ് അവളെ നോക്കി. അറിയാം, നീ ഒന്നും പറയണ്ട. എനിക്കറിയാം. ആരും അറിയണ്ട എന്നല്ലേ?
ദാവീദ് മൂളി. ആരോടും പറയുന്നില്ല. എനിക്ക് നീ തന്ന വാക്ക് തന്നെയാ വലുത്. അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. മറിയം ദാവീദിന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ദാവീദ് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എല്ലാം കേട്ടുകൊണ്ട് ജോനത്താൻ നിൽക്കുന്നത് ഇരുവരും അറിഞ്ഞില്ല. ജോനത്താന്റെ മുഖം മാറി. അവൻ തിരിഞ്ഞു നടന്നു. നീ എനിക്ക് തനക്ക് തന്നപ്പോൾ ഉറപ്പിച്ചതാ ഞാൻ സെറ, നിന്റെ സ്നേഹം ചതിയാണെന്ന്. ഇതിന് നീ അനുഭവിക്കും സെറ. ഇതിന് നിനക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ ജോഷയുടെ മകനല്ല. ജോനത്താന്റെ കണ്ണുകളിൽ പക നിറഞ്ഞു. അവരെ കണ്ടോ? ആരോൺ ചോദിച്ചു. ഇല്ല, എവിടെയാണാവോ? ജോനത്താൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഷേടാ. ആര്യൻ ആരോണിനെ നോക്കി. ദാ വരണു രണ്ടും, ആരോൺ പറഞ്ഞു. എവിടെ പോയതാ? ഞങ്ങള് ദാ ആ മരത്തിന് പിന്നിലുണ്ടായിരുന്നു. അവിടെയോ? ജോ വന്ന് നോക്കിയപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ. ആരോൺ അവരെ നോക്കി. അത് കേട്ടപ്പോൾ ദാവീദ് മിറിയത്തെ നോക്കി. അവളും. ജോനത്താനോ? ആ, ഞാൻ വന്നിരുന്നു അവിടെ. പക്ഷേ നിങ്ങളാ കണ്ടില്ല. വാ കളിക്കാം. ആരോണാണ് ഇത്തവണ. ജോനത്താൻ തിരിഞ്ഞു നടന്നു. അവന്റെ മനസ്സിലാകെ ദാവീദിന്റെ കൈക്കുള്ളിൽ നിന്ന് ചിരിക്കുന്ന മിറിയമായിരുന്നു. മേലേക്ക്. സിനഗോഗിലെ പുരോഹിതന്മാരിൽ ഒരാൾ അവിടേക്ക് വന്നു. ദാവീദ് അയാളുടെ അടുത്തേക്ക് ചെന്നു. മേലേക്ക്, ഇന്ന് താങ്കൾക്ക് പ്രത്യേക പ്രാർത്ഥനയുണ്ട് രാത്രി. ആരോഹൻ അറിയിക്കാൻ പറഞ്ഞു. മിറിയം വരണ്ടേ? വേണ്ട, താങ്കൾ മാത്രം മതി. ഇന്നലെ അമാവാസിയായതിനാൽ ഇന്ന് താങ്കൾക്ക് മാത്രമായുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിയാൻ അർദ്ധരാത്രിയാകും. ഞാൻ വരാം, താങ്കൾ പൊയ്ക്കോളൂ. ജോനത്താൻ എല്ലാം കേട്ടുനിന്നു. രാത്രിയായപ്പോൾ ദാവീദ് ഫ്രഷായി സിനഗോഗിലേക്ക് ചെന്നു. വരൂ മേലേക്ക്. ആരോഹാൻ ദാവീദിനൊപ്പം പ്രാർത്ഥന മുറിയിലേക്ക് ചെന്നു. ഇന്നലെ അമാവാസിയായിരുന്നല്ലോ. അമാവാസി നമ്മളെ സംബന്ധിച്ച് സാത്താന്റെ ദിവസമാണ്. ആയതിനാൽ പിറ്റേന്ന് പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. അതാണ് താങ്കളോട് വരാൻ പറഞ്ഞത്. ശരി, ദാവീദ് പറഞ്ഞു. പ്രാർത്ഥന കഴിയാതെ അങ്ങ് പോകരുത്, ആരോഹാൻ അവനോട് പറഞ്ഞു. മറ്റൊരു പുരോഹിതൻ അവന് വെള്ള വസ്ത്രം എടുത്തു കൊടുത്തു. ദാവീദ് വസ്ത്രം മാറി വൃത്തത്തിനുള്ളിലിരുന്നു. അവന് ചുറ്റും മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. ദാവീദ് കണ്ണുകൾ അടച്ചു. ആരോൺ, താനൊന്ന് ചെക്ക് പോസ്റ്റിലേക്ക് വിളിച്ചു പറയുമോ? എനിക്കൊന്ന് പോകണമായിരുന്നു. ജോനത്താൻ ആരോണിന്റെ റൂമിലേക്ക് ചെന്നു. ഈ നേരത്തോ? രാത്രിയായല്ലോ, ആരോൺ പറഞ്ഞു. അത്യാവശ്യമാടോ? ഓക്കെ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. താങ്ക്സ്. ജോനത്താൻ തന്റെ റൂമിൽ പോയി ബാഗ് എടുത്തു. എങ്ങോട്ടാ ജോ? ഹാളിലിരിക്കുന്ന ആര്യൻ ചോദിച്ചു. എൻ്റെ ഒരു കസിൻ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. മേ ബി നാളെ വരൂ. ഞാൻ വരണോ? ആര്യൻ ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കോളാം. ജോനത്താൻ അവിടെ നിന്നിറങ്ങി. സിനഗോഗിന്റെ മുന്നിലെത്തിയപ്പോൾ അവൻ സിനഗോഗിനകത്തേക്ക് നോക്കി. ജോനത്താൻ ചെന്ന് കാറിൽ കയറി. ഇന്ന് നിന്നെ ആര് രക്ഷിക്കുമെന്ന് എനിക്ക് അറിയണം സാറ. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ചെക്ക് പോസ്റ്റ് കടന്ന് ജോനത്താന്റെ കാറ് മുന്നോട്ട് പോയി. ഇന്ന് നീ സാത്താനെ പ്രാർത്ഥിക്കും സാറ. നിന്റെ മറ്റവൻ ഇന്ന് പ്രാർത്ഥന കഴിയാതെ സിനഗോഗിൽ നിന്നിറങ്ങില്ല. അത്രയും സമയം മതി എനിക്ക്. ജോനത്താൻ ചിരിച്ചു. ദാവീദ് സിനഗോഗിൽ പ്രാർത്ഥനയായിരുന്നു. നേരം ഒരുപാട് പോയി. പുറത്ത് ശാന്തമായിരുന്ന പ്രകൃതി മാറിത്തുടങ്ങി. മരച്ചില്ലകളിൽ കാറ്റുപിടിച്ചു. മിറിയം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരുവിധം ഉറങ്ങി. ഉറക്കത്തിൽ എസ്തേറിന്റെ പ്രാർത്ഥന മിറിയത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ജോനത്താൻ മിറിയം കൊടുത്ത തനക്കിലേക്ക് രക്തമൊഴിച്ചു കൊടുത്തുകൊണ്ട് ഉറക്കെ ചിരിച്ചു. മിറിയം കണ്ണു തുറന്ന് ചുറ്റും നോക്കി. എന്നെ പ്രാർത്ഥിക്കൂ എസ്തേർ, ആരോ അലർന്നതവൾ കേട്ടു. ആ മാലയെടുക്കൂ. ഇല്ല, മിറിയം പറഞ്ഞു. എടുക്കൂ, ഞാൻ നിന്റെ ദൈവമാണ്. നിനക്ക് നിന്റെ ഇമ്മാനുവലിന്റെ, അവന്റെ കുഞ്ഞിനെ എല്ലാം തന്നത് ഞാനാണ്. എന്നെ പ്രാർത്ഥിക്കൂ എസ്തേർ. ഇല്ല, അവൾ ഉറക്കെ പറഞ്ഞു. പ്രാർത്ഥിക്കൂ എസ്തേർ. ജോനത്താൻ രക്തം തനക്കിലേക്ക് ഒഴുക്കി. മിറിയം പെട്ടെന്ന് എഴുന്നേറ്റ് അലമാര തുറന്നു. പുറത്ത് കാറ്റ് ആഞ്ഞു വീശി. മരങ്ങൾ മറിഞ്ഞു വീണു. ശബ്ദം കേട്ട് ആര്യനും ആരോണും എഴുന്നേറ്റു. ആര്യൻ വാതിൽ തുറന്ന് ഹാളിലേക്ക് ചെന്നപ്പോൾ ആരോൺ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊരു കാറ്റാ പുറത്ത്, ആരോൺ പറഞ്ഞു. അതെ, എന്താ ഇങ്ങനെ? പേടിയാവുന്നു. മരങ്ങളൊക്കെ വീഴുന്നുണ്ട്. വാതിലിൽ വന്ന് കാറ്റ് തട്ടുന്നത് അവർ അറിഞ്ഞു. മറിയം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എസ്തേർ, നീ എന്റെ വംശത്തിന്റെ രാജകുമാരിയായിരുന്നു. നിന്നെ വളർത്തിയവരോട് നിന്റെ കടമ നീ കാണിക്കണം. നിന്റെ മണ്ണ്, നിന്റെ ജനങ്ങൾ. അല്ല,
ഞാൻ സാത്താന്റെ സന്തതിയല്ല. മെറിയം ഉറക്കെ അലറി. സേറയുടെ ശബ്ദമല്ലേ അത്? ആര്യൻ പറഞ്ഞു. അവർ ചെന്ന് കോണിപ്പടികൾ കയറി. സെറ, വാതിൽ തുറക്ക്! ആര്യനും ആരോണും വാതിലിൽ തട്ടി. ജോനത്താൻ വീണ്ടും വീണ്ടും തനക്കിലേക്ക് രക്തമൊഴിച്ചുകൊണ്ടിരുന്നു. കാറ്റ് മെറിയത്തിന്റെ റൂമിലേക്ക് അടിച്ചു കയറി. ആ മാല ധരിക്കൂ എസ്തേർ, എന്നെ പ്രാർത്ഥിക്കൂ, നിനക്കെല്ലാം ഞാൻ തരാം. ജോനത്താൻ കത്തിയെടുത്ത് തന്റെ ഉള്ളംകൈ മുറിച്ച് രക്തം തനക്കിലേക്ക് വീഴ്ത്തി. മെറിയം പെട്ടെന്ന് ബോക്സ് തുറന്ന് മാല കയ്യിലെടുത്തതും ജോനത്താൻ ഉറക്കെ ചിരിച്ചു. വാതിൽ പൊളിച്ച് കാറ്റകത്തേക്ക് വന്നു. ജനലുകൾ പൊളിഞ്ഞു വീണു. ദാവീദ് കണ്ണു തുറന്നു. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ആരോണും ആര്യനും വീഴാതെ പിടിച്ചു നിന്നു. ഇല്ല, ഞാൻ പ്രാർത്ഥിക്കില്ല. മെറിയം ആ മാല നിലത്തേക്കെറിഞ്ഞതും അവളുടെ മുന്നിൽ ആ കറുത്ത രൂപം തെളിഞ്ഞു നിന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നീ എന്നെയാണ് ആരാധിക്കേണ്ടത്. അത് മെറിയത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ആരോഹൺ, നിർത്തൂ, ദാവീദ് പറഞ്ഞു. മേലേക്ക്, എനിക്ക് പോകണം. അരുത്, ഇടയ്ക്ക് വെച്ച് പോകരുത്, താങ്കൾക്ക് തന്നെയാണ് ആപത്ത്. എനിക്ക് പോകണം, ദാവീദ് പറഞ്ഞു. ഇല്ല, ഇപ്പോൾ ഞാൻ താങ്കളുടെ പുരോഹിതനാണ്, എന്റെ അനുവാദം കൂടാതെ താങ്കൾ പോകരുത്. ഇല്ല, ഞാൻ നിന്നെ പ്രാർത്ഥിക്കില്ല, ആരാധിക്കില്ല. നീ എന്റെ ദൈവമല്ല, ഞാൻ നിന്റെ വംശവുമല്ല. നിന്നെ എനിക്ക് വേണം എസ്തേർ. സാത്താൻ അവളുടെ നെറുകയിൽ കൈവച്ചു. മെറിയത്തിന്റെ ശരീരത്തിൽ തനിയെ മുറിവുകളുണ്ടായി തുടങ്ങി. വേദന കൊണ്ട് മെറിയം കരഞ്ഞു. ജോനത്താൻ തന്റെ മുന്നിലിരിക്കുന്ന ചില്ലുകുപ്പിയിലേക്ക് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് എന്തിനെയോ ആവാഹിച്ചുകൊണ്ടിരുന്നു. ആര്യ, എന്റെ സേറ കരയുന്നു. ഒരു വിധത്തിൽ ആരോൺ വാതിലിന്റെ അടുത്തെത്തി അത് തുറക്കാൻ നോക്കി. സെറാ, സെറാ, വാതിൽ തുറക്ക് സെറാ. ആരോൺ കരഞ്ഞു വാതിലിൽ തട്ടി. ദാവീദ് വൃത്തത്തിൽ നിന്നെഴുന്നേറ്റു. മേലേക്ക്, പോകരുത്. ഞാൻ നിങ്ങളുടെ മേലേക്ക്, എന്റെ വാക്കുകൾ അനുസരിക്കേണ്ടവരാണ് നിങ്ങൾ, ദാവീദ് ഉറക്കെ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ആഞ്ഞു വീശുന്ന കാറ്റ് ദാവീദിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ദാവീദ് നിലത്ത് ചവിട്ടിയതും കാറ്റ് നിന്നു. അവൻ വീട് ലക്ഷ്യമാക്കി ഓടി. മെറിയത്തിന്റെ കരച്ചിൽ കേട്ടപ്പോൾ അവൻ കോണിപ്പടികൾ കയറി. ദാവീ, സേറ, ആര്യൻ പറഞ്ഞു. കരയുന്നടാ, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ദാവീ, എന്റെ സേറ കുറെ നേരമായി കരച്ചിൽ കേൾക്കുന്നു, ആരോൺ കരഞ്ഞു പറഞ്ഞു. ദാവീദ് വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. ദാവീദ് കണ്ണുകൾ അടച്ച് വാതിലിൽ ചവിട്ടിയതും അത് തുറന്നു. ദാവീദ് ഓടിച്ചെന്ന് ആ കറുത്ത രൂപത്തിന്റെ കൊമ്പിൽ പിടിച്ച് ചുമരിന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു. ആ രൂപം ജനലിലൂടെ അപ്രത്യക്ഷമായി. മിറിയം! ദാവീദ് നിലത്ത് കിടക്കുന്ന മിറിയത്തിന്റെ അടുത്ത് മുട്ടുകുത്തി നിന്നു. അവൾ എന്തൊക്കെയോ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. ദാവീദ് അവളുടെ ചുണ്ടുകളുടെ അടുത്തേക്ക് ചെവി കോർത്തു. സാത്താന്റെ വേദം. ദാവീദ് മിറിയത്തെ നോക്കി. ജോനത്താൻ എവിടെ? അവൻ അത്യാവശ്യമായി പുറത്തേക്ക് പോയി, ആര്യൻ പറഞ്ഞു. ദാവീദ് മിറിയത്തെ എടുത്ത് അവന്റെ റൂമിൽ കൊണ്ടുപോയി ബെഡിൽ കിടത്തി. എന്താടാ സേറയ്ക്ക്? മേലീന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ, ആരോൺ പറഞ്ഞു. അപ്പോഴും അവൾ എന്തൊക്കെയോ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. ജോനത്താൻ തനിക്ക് മുന്നിലിരിക്കുന്ന ചില്ലുകുപ്പിയിലെ വെളുത്ത പുകയിലേക്ക് നോക്കി ചിരിച്ചു. ആരോൺ, എന്റെ അലമാരയിൽ തനക്കുണ്ട്, നീ അതിവിടിരുന്ന് വായിക്കണം, ഉറക്കെ. മിറിയം എത്ര കരഞ്ഞാലും നിർത്തരുത്. ദാവീദ് തുണിയെടുത്ത് മിറിയത്തിന്റെ കാലുകൾ കെട്ടിയിട്ടു. ഞാൻ വരാതെ ഈ കെട്ട് അഴിക്കരുത് ആര്യ, പ്ലീസ്. നീ എങ്ങോട്ടാ? ആര്യൻ ചോദിച്ചു. ഞാനിപ്പോ വരാം. അവൻ പുറത്തേക്കിറങ്ങി. നിന്റെ പെണ്ണിന്റെ മനസ്സിപ്പോ എന്റെ അടുത്താ ദാവീദ്, ജോനത്താൻ ആ കുപ്പി കയ്യിലെടുത്ത് പറഞ്ഞു. അവൻ അതൊരു കോർക്ക് കൊണ്ടടച്ചു. ഇനി അവൾ എന്നെ പ്രണയിച്ചോളും. ജോനത്താൻ ചിരിച്ചു. ദാവീദ് കാറിന്റെ വേഗത കൂട്ടി. യാഹേ, ഞാൻ വരുന്നതുവരെ അവളെ കാത്തോളണമേ, ദാവീദ് പ്രാർത്ഥിച്ചു. മിറിയത്തിന്റെ അടുത്തിരുന്ന് ആരോൺ വചനങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. മിറിയം കണ്ണു തുറന്നവനെ നോക്കി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ കൈകാലുകൾ കെട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. എന്റെ ഈ കെട്ടുകൾ അഴിക്കേ, അവൾ ഉറക്കെ പറഞ്ഞു. ആര്യൻ ആരോണിനെ നോക്കിയപ്പോൾ അവൻ വേണ്ടാന്ന് തലയാട്ടി. കെട്ടഴിക്കാൻ പറയൂ സേറാ, ജോനത്താൻ ആ കുപ്പിയിലേക്ക് നോക്കി പറഞ്ഞു. ഈ കെട്ടഴിക്കാൻ, അവൾ ദേഷ്യത്തോടെ ആര്യനെ നോക്കി. ഇല്ല, ആര്യൻ പറഞ്ഞു. അഴിക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, അവൾ അലറി. ദാവീദ് കാറ് നിർത്തിയിറങ്ങി. ഡോർ അടച്ച് ചുറ്റും നോക്കി.
ദൂരെ കത്തി നിൽക്കുന്ന തീ ലക്ഷ്യമാക്കി ഇരുട്ടത്ത് ദാവീദ് നടന്നു. കാറ്റ് മെല്ലെ വീശി തുടങ്ങി. പൊട്ടിപ്പൊളിഞ്ഞ ആ പള്ളിയുടെ മുന്നിൽ ദാവീദ് ചെന്ന് നിന്നു. ജോനഥാൻ! ദാവീദ് ഉറക്കെ വിളിച്ചു. ജോനഥാൻ തിരിഞ്ഞു നോക്കി. ദാവീദ്! അവൻ ആ കുപ്പി നിലത്ത് വെച്ച് എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി. ജോനഥാൻ ചിരിച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു. നിന്റെ ശത്രു ഞാനല്ലേ? മെറിയത്തെ വെറുതെ വിട്ടേക്ക്. നീ എന്റെ ശത്രു തന്നെയാണ്. പക്ഷേ എന്റെ വംശം നിലനിൽക്കണമെങ്കിൽ അവൾ വേണം. എസ്തേർ, അതായത് ദാവീദിന്റെ മെറിയം. നിന്റെ വംശത്തിന്റെ പേര് ഇരുണ്ട ഭൂമിയിൽ നിന്നും പിഴുതെടുത്ത കാതറിൻ കേറ്റ് മൈക്കിളിന്റെ മകനാണ് ഞാൻ. നിന്റെ അബ്ബയുടെ ഹൃദയം പറിച്ചെടുത്ത അതേ രക്തമാണ് ഞാൻ. എന്നോട് എന്റെ പെണ്ണിനെ വേണമെന്നൊക്കെ പറഞ്ഞാൽ. ദാവീദ് ജോനഥാന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയതും അവൻ തെറിച്ചു വീണു. നിലത്തേക്ക് വീണ ജോനഥാൻ എഴുന്നേറ്റ് ദാവീദിന് നേരെ കൈ നീട്ടിയതും അവൻ ജോനഥാന്റെ കൈ പിടിച്ചു തിരിച്ചു. ജോനഥാൻ വേദന കൊണ്ടലറി. ഈ കെട്ടുകൾ അഴിക്കാൻ! മെറിയം അലറി. ഇല്ല സാറാ, അഴിക്കരുതെന്നാ ദാവി പറഞ്ഞേക്കുന്നത്, ആര്യൻ പറഞ്ഞു. മെറിയം കൈ വലിച്ച് കെട്ടഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വേണ്ട സാറാ. ആര്യൻ അവളുടെ കൈ പിടിച്ചപ്പോൾ മെറിയം കുതറി. അവൾ കൈ മുഖത്തേക്ക് കൊണ്ടുവന്ന് കെട്ടിൽ കടിച്ചു പിടിച്ചഴിക്കാൻ ശ്രമിച്ചു. വേണ്ട സാറാ, അഴിക്കരുത്. ആര്യൻ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും മെറിയം ആര്യനെ തെള്ളിയിട്ടു. അവൾ കൈയിലെ കെട്ടഴിഞ്ഞപ്പോൾ കാലിലെ കെട്ടഴിച്ചു. സേറാ! ആരോൺ തനക്ക് താഴെ വെച്ച് അവളെ വിളിച്ചു. നിർത്തണ്ട ആരോൺ, സേറയെ ഞാൻ നോക്കിക്കോളാം. ആര്യൻ അവൾക്ക് പിന്നാലെ ചെന്നു. സേറാ, നിൽക്ക്! മെറിയം ചെന്ന് പുറത്തിറങ്ങി ഓടി. പിന്നാലെ ചെന്ന ആര്യൻ അവളെ പിടിച്ചു നിർത്തി. വാ എസ്തേർ, ജോനഥാൻ മനസ്സിൽ വിളിച്ചുകൊണ്ടിരുന്നു. ദാവീദ് കൈ വീശി ജോനഥാന്റെ മുഖത്തടിച്ചു. വാ എസ്തേർ, അവൻ മനസ്സിൽ വിളിച്ചു. എന്നെ വിട്, എന്നെ വിടാൻ! മെറിയം ആര്യനിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മെറിയം തിരിഞ്ഞ് ആര്യനെ തള്ളിയതും അവൻ നിലത്തേക്ക് വീണു. അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഓടി. നിലത്തേക്ക് വീണ ജോനഥാൻ കയ്യിൽ കിട്ടിയ കുരിശെടുത്ത് ദാവീദിന്റെ മുഖത്തേക്ക് വീശിയതും ദാവീദിന്റെ നെറ്റി പൊട്ടി ചോര കിനിഞ്ഞു. ദാവീദ് ജോനഥാന്റെ കാലിൽ പിടിച്ചു വലിച്ച് അവനെ എടുത്തുയർത്തി ദൂരേക്കെറിഞ്ഞു. ജോനഥാന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ കുരിശെടുത്ത് ദാവീദ് അവന് നേരെ നീട്ടി. ഈ നിൽക്കുന്നത് ദാവീദല്ല, ഇമ്മാനുവൽ, ഇമ്മാനുവലേതൻ, ദാവീദ് പറഞ്ഞു. ദാവീദ് ആ കുരിശെടുത്ത് വീശി ജോനഥാന്റെ തലക്കടിച്ചു. നിലത്ത് കടന്നിരുന്ന ചില്ലുകുപ്പിയെടുത്ത് ദാവീദ് അവനെ നോക്കി. അവളുടെ മനസ്സും ശരീരവും എന്റേത് മാത്രമാണ് ജോനഥാൻ. ദാവീദ് ആ കുപ്പി തുറന്നതും മെറിയം തല കറങ്ങി വീണു.